ഒന്നും ചോദിക്കണ്ട. പിന്നെ എല്ലാം അറിഞ്ഞോണ്ട് ഇങ്ങനെ നിന്നെ പോലെ മിണ്ടാതിരിക്കാനോ? മിണ്ടിയത് കൊണ്ടും എതിർത്തത് കൊണ്ടും പ്രയോജനമൊന്നുമില്ല അമ്മേ. അതാണ് പ്രസാദേട്ടൻ. പ്രസാദേട്ടൻ എന്നിട്ട് നീ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ചു മിണ്ടാതിരിക്കുമ്പോ ഒരു ദിവസം അവളിങ്ങി കേറി വന്നാലോ? പിന്നെ നിന്റെ ജീവിതം എന്താ മോളെ? അതാലോചിച്ച് നോക്കിയോ നീ? ഞാനിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല അമ്മേ. വരുന്നത് പോലെ വരട്ടെ. ഈശ്വര, എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന അവളുടെ തലയിൽ ഇഴുത്തി. അരുത്, അരുതമ്മേ, ശപിക്കരുത്. മോളെ, അമ്മയ്ക്ക് നിന്നെ മനസ്സിലാകുന്നേ ഇല്ല. നിന്റെ കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ആ പിഴച്ചവളെ ശപിക്കാൻ പോലും സമ്മതിക്കാത്ത നീ. എന്താ കുട്ടി നിന്റെ മനസ്സ്? അമ്മയ്ക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മോളെ, മോൾക്ക് ആ പെണ്ണിനെ അറിയാം അല്ലേ? ആരാ അവള്? പോയ കാര്യം എന്തായി അമ്മേ? ഈശ്വര, സുമിത്രേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേ ഉള്ളൂ. എന്നുവെച്ചാ? നീയല്ലേ പറഞ്ഞത് സുമിത്രയെ കാണാൻ പോകണ്ട, ഒന്നും അവളോട് ചോദിക്കണ്ട എന്നൊക്കെ. പോയതുകൊണ്ട് സകലതും അറിയാൻ പറ്റി. പ്രസാദിനെ പറ്റി കേട്ടതൊക്കെ നേരാ. എന്ന് സുമിത്രേച്ചി അമ്മയോട് പറഞ്ഞോ? ഒരുപാട് നിർബന്ധിച്ചപ്പോഴേ പറഞ്ഞുള്ളൂ. സത്യവയ്യമനെ, പ്രസാദിന് കുറച്ചു നാളായി അങ്ങനെ ഒരു ബന്ധമുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസമാവുന്നില്ല. നീ വിശ്വസിക്കണ്ട. പ്രസാദിനെ പറ്റി നിനക്കാണോ അവൾക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഈശ്വര, ഇങ്ങനെ ഒരുത്തന്റെ കയ്യിലാണല്ലോ എന്റെ മോളെ പിടിച്ചു കൊടുത്തത്. ആ പെണ്ണ് ഏതാണെന്ന് ചേച്ചി പറഞ്ഞോ? ഇല്ല, എത്ര ചോദിച്ചിട്ടും അത് മാത്രം അവള് പറഞ്ഞില്ല. ചിലപ്പോ അത് സുമിത്രേച്ചിയുടെ വെറും സംശയം മാത്രമാണെങ്കിലോ? കാരണം നമുക്കറിയാവുന്ന പ്രസാദേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ചീത്ത വഴിയിലേക്ക് തിരിയില്ല. നമുക്കറിയാവുന്ന പ്രസാദേട്ടൻ നമുക്കറിയാവുന്ന പ്രസാദേട്ടനല്ല ശരിക്കുള്ള പ്രസാദേട്ടനെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു.
അന്നീ ഉമ്മറത്ത് പെണ്ണ് കാണാൻ വന്നിരുന്ന പ്രസാദിനെ നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എന്തൊരു മാന്യനായിരുന്നു. അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈശ്വര, എന്തൊരു ചതി അവൻ എൻ്റെ കുട്ടിയോട് ചെയ്തത്. ഇങ്ങനെ ഒരു ബന്ധം വെച്ചോണ്ടല്ലേ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അവളെ കുടുക്കിയത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നേരത്തെ തന്നെ ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഉണ്ടാവും, അല്ലാതെ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച ബന്ധമൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളോട് അവൻ ഇത്രമാത്രം അകൽച്ച ദേഷ്യമൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാവാത്തത് ഈ സുമിത്ര ഇത് ഇത്രയും നാളും ആരെ അറിയിക്കാതെ തീ തിന്ന് കഴിഞ്ഞത് എന്തിനാണെന്നാ. എന്തൊക്കെയായാലും പെറ്റമ്മയല്ലേ ഞാൻ. എന്നോടെങ്കിലും പറഞ്ഞൂടായിരുന്നു. ഒന്നും ഒരു മനുഷ്യനോട് പറയില്ല. എന്നിട്ട് എല്ലാ വേദനയും കടിച്ചിറക്കി. ഈശ്വര, അവൾക്ക് എന്തിനാ നീ ഇത്രയും പാവമായൊരു മനസ്സ് കൊടുത്തത്? അവളെ സ്നേഹിക്കാത്തൊരു മുരടന്റെ മുന്നിൽ ആ മനസ്സുകൊണ്ട് എന്ത് പ്രയോജന? കുടുംബ കലക്കാമെന്ന് ആ ദ്രോഹി ആരാണെന്നും പറയുന്നില്ലല്ലോ. ഇങ്ങനെ മണ്ടിയാകൂ പെണ്ണുങ്ങൾ? അവളുടെ പേര് പറഞ്ഞു എന്ന് വെച്ച് സുമിത്രയ്ക്ക് എന്താ കുഴപ്പം? പ്രസാദ് അവളെ എന്ത് ചെയ്യുമെന്നാ? ഇപ്പൊ അയാൾ അവളോട് ചെയ്യുന്നതിൽ കൂടുതൽ ദ്രോഹം ഇനി എന്ത് ചെയ്യാനാ? എനിക്കൊന്നും അറിയില്ലല്ലോ എന്റെ ഭഗവാനെ. അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വേവലാതിപ്പെടുന്നേ? സുമിത്രേച്ചിയെ വിട്ട് അങ്ങനെ ആരുടെയെങ്കിലും കൂടെ പ്രസാദേട്ടൻ പോകുന്നു അമ്മ വിചാരിക്കുന്നുണ്ടോ? പ്രസാദ് ഇറങ്ങി പോവില്ല. അതിനു പകരം ആ വൃത്തികെട്ടവളെ വിളിച്ച് കൂടെ താമസിപ്പിക്കും. അത്ര വഷളത്തരം ചെയ്യാനും അയാൾ ഇപ്പൊ മടിക്കില്ല. ഒടുവില് എന്റെ കുട്ടിക്ക് അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ദൈവമേ, ഓർത്തിട്ട് തന്നെ എന്റെ കൈയും കാലും തളരുന്നു. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കേ. നീ എന്തറിഞ്ഞോണ്ടാ യമുനെ അമ്മ സമാധാനമായിട്ട് ഇരിക്കാൻ പറയുന്നത്? ഏതെങ്കിലും ഒരു അഴിഞ്ഞാട്ടക്കാരി ഒരുമ്പെട്ട് ഇറങ്ങിയ ഏതാണ് വീണുപോകും. അതാ കലികാലത്തിന്റെ ലക്ഷണം. ഇത് കലികാലമാ. പ്രസാദ് അന്ന് സുമിത്രയോട് പിണങ്ങി ഏതോ ഹോട്ടലിൽ പോയി താമസിച്ചില്ലായിരുന്നോ? അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല താമസിച്ചത്. ഈ ആട്ടക്കാരിയും കൂടെ ഉണ്ടായിരുന്നു കാണും, ഉറപ്പാ. എത്ര ദിവസം അയാൾ ഒളിച്ചു താമസിച്ചത്? അത്രയും ദിവസം രണ്ടുപേരും കൂടി ഹോട്ടലിൽ. എന്റെ കുട്ടി കണ്ണീരും കൈയുമായി വീട്ടിൽ കഴിയുമ്പോ ഈശ്വര. അമ്മ വെറുതെ നടക്കാത്ത കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചു കൂട്ടി പ്രഷർ കയറ്റുന്ന എന്തിനാ? ഏത് ഭാര്യയ്ക്കായാലും സ്വന്തം ജീവിതം തൊലയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളോട് ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവും. ഇവിടെ സുമിത്രയ്ക്ക് അതില്ല. എനിക്കതാ പിടികിട്ടാത്തത്. ആ ഒരുമ്പെട്ടവളെ ഞാൻ ശപിക്കാൻ തുടങ്ങിയപ്പോ അവള് കയറി തടഞ്ഞു, വേണ്ടമ്മേന്നും പറഞ്ഞു. അതെന്താന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. എന്റെ കുട്ടി, നീ ഇത്ര പാവമായി പോയത് എന്തിനാ മോളെ? എനിക്ക് പോരാ വിശാൽ, ഇനിയും കഴിക്കാം. അയ്യോ, ഇപ്പൊ തന്നെ നമ്മുടെ പതിവ് കോട്ട കഴിഞ്ഞു. എന്തോന്ന് പതിവ് കോട്ട? പതിവുകളെല്ലാം തെറ്റിയില്ലേ? ഇനി പതിവുകൾ പാടില്ല. പതിവുകളെല്ലാം പ്രസാദിൽ ചവിട്ടി അറിയണം. ഒഴുകി മൊത്തം കുടിപ്പിച്ചിട്ട് അത് കുറച്ചോ അത് കൂടെ വേണ്ട. അതേ കഴിക്കുന്ന കഴിച്ചോ.
താങ്ക്സ്. എന്നാലും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല സാർ. സാറിന് ഇത്ര നാളത്തെ സേവനവും കോൺട്രിബ്യൂഷനും ഒക്കെ മറന്ന് ഇങ്ങനൊരു ക്രൂരമായ തീരുമാനം എടുക്കാൻ. അവർക്ക് കഴിഞ്ഞു, അതാണ് അവർ. തനിക്കറിയാമോ, ഇപ്പൊ എനിക്കെതിരെ കുരയ്ക്കുന്ന ഓരോ പട്ടിയും കമ്പനി ശരിയായതിനു ശേഷം കയറി വന്നതാ. പക്ഷെ അതിനു മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ഭൂതകാലം. അന്ന് രാവും പകലും മറന്ന് പണിയെടുത്തവനായി പ്രസാദ്. അതിന്റെ നന്ദി പ്രകടനമാണ് ഇപ്പൊ അവന്മാരെനിക്ക് വെച്ച് നീട്ടിയത്. സാർ അപ്സെറ്റ് ആവാതെ, ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും സാർ. നമ്മുടെ കാലിബർ അറിയാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മളെ പുറത്താക്കുന്ന യജമാനന്മാർ നമ്മളെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം വരും സാർ. അതത്ര ദൂരെയൊന്നുമല്ല. അവന്മാരിതാ സാറിന്റെ ഈ 2 കാലിലും വീണ് പട്ടികളെ പോലെ നോക്കും. നോക്കിക്കോ. ഹലോ സാർ. എന്താ വേണ്ട സാർ? എന്താ വേണ്ട? സ്ഥിരം ബ്രാൻഡ് തന്നെ. അറിയാലോ. ശരി സാർ. ആരാ സാർ അവര്? അവർ എനിക്ക് നേരെ കുറച്ച് പട്ടികൾ, എല്ലാ തന്ത്രങ്ങളുടെയും മാനിപ്പുലേറ്റേഴ്സ്. സാറിനെ ഔട്ടാക്കിയതിന്റെ ആഘോഷമായിരിക്കും. അവന്മാരെ എങ്ങനെ ആഘോഷിക്കാൻ വിടരുത് സാർ. ഇത് കഴിച്ചിട്ട് സാർ അങ്ങോട്ട് ചെന്ന് അവന്മാരോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് വാ സാർ. ഹലോ, ഒരു ഫെസ്റ്റിവൽ മൂഡിലായിരിക്കല്ലേ 3 പേരും? പ്രസാദന നാട് കടത്തിന്റെ ഉത്സവം. മോറോർലെസ്. എന്താ കൂടുന്നോ? ജെയിംസേ, ഒരു പെഗ് വാങ്ങിച്ചു കൊടുക്ക്. പാവം ജോലി പോയതല്ലേ, കയ്യിൽ ജോർജ് കുട്ടി ഉണ്ടാവില്ല. പേക്ക് ഒഴിച്ച് എനിക്ക് തരുന്നതിന്റെ സുഖം നീ നിന്നെ തണ്ട പിടിക്കൊടുക്കടാ ചൂലേ. ഇത് അരിസ്റ്റോ ബാറിന്നാ. ഇവിടെ കഴിക്കാൻ വന്ന 3-4 പേര് കൂടി ഭയങ്കര തല്ല്. വേഗം വരണം സാർ. ശരി സാർ. എന്താ പ്രശ്നം സാർ? ഇയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. വെറുതെ ഇരുന്ന ഇവരെ തല്ലുകയായിരുന്നു. ഓഹോ, അപ്പൊ നീയാണല്ലോ പ്രശ്നക്കാരൻ. പറയാങ്ങോട്ട് നടക്കണേ അങ്ങോട്ടും. എല്ലാരും വിശാലായിട്ട് കാണിച്ചടാ. അങ്ങോട്ട് നടക്കടാ. ഗ്ലാസ് കണ്ണാടി അവിടെ വീട്ടിലായിരുന്നു. ഞാൻ പുറകെയുണ്ട്. ഒരു 5 മിനിറ്റ് പോലും സാറിന് അവിടെ നിൽക്കേണ്ടി വരില്ല. അതിനുള്ളിൽ ഞാൻ ഇറക്കിയിരിക്കും. അതിനുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ എനിക്കുണ്ട്. ഞാനൊരു പത്രക്കാരനാ.
എന്താ സാറേ കള്ളും കുടിച്ചിട്ട് തല്ലുണ്ടാക്കിയോ? കണ്ടിട്ടൊരു മാന്യനാണല്ലോ. എന്തായാലും സ്റ്റേഷനിൽ എനിക്കൊരു കൂട്ടായി. ഉം. കൊണ്ടുപോവനെ. ഞാൻ പറയുന്നത് കേൾക്ക സാർ. ഞാനല്ല ഒന്നും ഇറങ്ങി പാടി. ഒന്നും ചെയ്തില്ല. ഹലോ, ശങ്കർജി സാറിന്റെ വീടല്ലേ? സാറാണോ? അതെ, ശങ്കർജി തന്നെയാണ് സംസാരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ആരാ? എന്നെ സാർ അറിയില്ല, പക്ഷെ സാറിനെ എനിക്കറിയാം. അത് പിന്നെ മഹാകവി ശങ്കർജി സാറിനെ ആരും അറിയാത്തത് അല്ലേ? നിങ്ങൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. പറയാം സർ. പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് ഇടുന്നത്. ഞാൻ പ്രസാദിൻ്റെ ഒരു ഫ്രണ്ടാ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ അത്? പ്രസാദ് എന്നൊരു ബാറിൽ കയറി മദ്യപിച്ചിട്ട് 2-3 ആൾക്കാരുമായി പൊരിഞ്ഞ തല്ലുണ്ടാക്കി. ഇപ്പോൾ അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാ. എന്താ? ഹലോ, നിങ്ങൾ പറഞ്ഞ സത്യമാണോ? പിന്നെ ഈ രാത്രി സമയത്ത് സാറിനെ വിളിച്ചുണർത്തി കളവ് പറയേണ്ട കാര്യം എനിക്കെന്താ? സത്യമാണ് സർ. സാറൊന്ന് മനസ്സ് വെച്ചാ പ്രസാദിനെ പുറത്തിറക്കാം. ഇല്ല, മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഒരാളിനായി വക്കാലത്ത് പറയാൻ എന്നെ കിട്ടില്ല. ഇത് അന്യനല്ലല്ലോ സർ, സാറിന്റെ സ്വന്തം മരുമകനല്ലേ? മരുമകനായാലും മകനായാലും എനിക്ക് സാധ്യമല്ല.